ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്കുള്ള വ്യോമാക്രമണം കടുപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഇസ്രായേലിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഹമാസിനെ തീർക്കാനോ തകർക്കാനോ തുരങ്കങ്ങൾ പിടിച്ചെടുക്കാനോ ബന്ദികളെ കണ്ടെത്താനോ ഒന്നും കഴിയാതെ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ കുറെ ബോംബിടുന്നതല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഒരു പ്ലാനും ഇല്ലാതെ നടക്കുകയാണ് നെതന്യാഹു. നിരന്തരമായ തിരിച്ചടികൾ ഗസയിൽ നിന്ന് ഹമാസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അതോടൊപ്പം വലിയ തോതിലുള്ള പ്രതിസന്ധികൾ, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇസ്രായേലിനെ തേടി എത്തുന്നുമുണ്ട്. അതിനിടയിൽ ദാ വന്നിരിക്കുന്നു ഏറ്റവും പുതിയൊരു വാർത്ത. UAE പരമാധികാരി ഷെയ്ഖ് അൽ നഹിയാൻ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിൽ 24 ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു UAE പരമാധികാരി ഷെയ്ഖ് അൽ നഹിയാനെ ബന്ധപ്പെടുന്നു. എന്നിട്ട് വിചിത്രമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ തൊഴിലില്ലാതായ പലസ്തീൻ തൊഴിലാളികൾക്ക് UAE വേതനം കൊടുക്കണം, ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ് ആ വാദം. ഈ വാർത്ത കണ്ടപ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായി. എന്താണ് ഇത് ഇങ്ങനെ നെതന്യാഹു പറയുന്നത്? മൊത്തത്തിൽ കിളിപോയ മട്ടാണല്ലോ എന്ന്. അത് തന്നെയാണ് UAE പരമാധികാരിയും തിരിച്ചു മറുപടി പറഞ്ഞത്. നോക്കുക, വെസ്റ്റ് ബാങ്കിലെ തൊഴിലാളികൾക്ക് തൊഴിൽ വേതനം നൽകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു എന്നും, എന്നാൽ ഇസ്രായേൽ ആദ്യം ചെയ്യേണ്ടത് യുദ്ധം നിർത്തി തിരിച്ച് വീട്ടിൽ പോയിരിക്കലാണ് എന്നും, പലസ്തീനെ ഒരു രാജ്യമായി നിങ്ങൾ എന്ന് അംഗീകരിക്കുന്നു അന്ന് നിങ്ങളുടെ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാമെന്നും UAEയുടെ പരമാധികാരി ചുട്ട മറുപടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നൽകിയെന്നുമാണ് റിപ്പോർട്ട്. വിചിത്രമായ സംഭവം എന്നാണ് 24 ന്യൂസിന്റെ വിദേശകാര്യ ലേഖകൻ PP ജെയിംസ് സാറ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വളരെ വിചിത്രമായ സംഭവം. ഞാനും അത് കണ്ടപ്പോൾ, ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു വളരെ വിചിത്രമായ ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. ഈ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഈ കുഴപ്പങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, പലസ്തീനിൽ 1 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാക്കിയ, വെസ്റ്റ് ബാങ്കിൽ തൊഴിലില്ലാതാക്കിയ നെതന്യാഹു ഈ പൈസ കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. UAEയോട് തൊഴിലില്ലായ്മ വേതനം ഇവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പരസ്യമായ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടാണ് UAE പരമാധികാരി ഷെയ്ഖ് അൽ നഹിയാനെ സമീപിച്ചത്. എന്നാൽ കനത്ത മറുപടി നൽകിയ അദ്ദേഹം, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നിങ്ങൾ ആദ്യം പലസ്തീനെ അംഗീകരിക്കൂ. പലസ്തീൻ തൊഴിലാളികൾക്ക് വെസ്റ്റ് ബാങ്കിൽ തൊഴിലില്ല, അതുകൊണ്ട് UAE പൈസ കൊടുക്കണമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യുദ്ധം തുടങ്ങിയതിനു ശേഷം പലസ്തീൻ തൊഴിലാളികളെ ജോലികളിൽ നിന്ന് പുറത്താക്കിയത് ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിൽ തൊഴിൽ ചെയ്തിരുന്ന 1 ലക്ഷം പലസ്തീൻ തൊഴിലാളികൾ അവിടെ നിന്ന് പുറത്താകുന്ന സാഹചര്യമുണ്ടായി. അവരെ തിരിച്ചെടുക്കുന്നതിന് പകരം അവർക്ക് UAE തൊഴിൽ വേതനം നൽകണമെന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്, അതിന് അടിസ്ഥാനം എന്താണ് എന്ന് വളരെ ഷാർപ്പായി, ക്രിസ്റ്റൽ ക്ലിയറായി UAE പരമാധികാരി ചോദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് അദ്ദേഹത്തിന്റെ ആത്മരോഷം അവിടെ വളരെ പ്രകടമാണ്. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ബെഞ്ചമിൻ നെതന്യാഹു UAE പരമാധികാരിയോട് ചോദിച്ചു അത്രേ. അത് ഗസയിൽ തകർന്ന കെട്ടിടങ്ങൾ അറബ് രാജ്യങ്ങൾ റിനോവേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു വശത്ത് യുദ്ധാനന്തര ഗസ എന്ന് പറഞ്ഞുകൊണ്ട് ഗസയിൽ ഇനി ഭരണം പിടിക്കുക എന്ന രീതിയിൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് അദ്ദേഹം ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ പ്രപ്പോസലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധാനന്തര ഗസ ഡേ ആഫ്റ്റർ പ്ലാൻ എന്നാണ് യോ ഗാലന്റ് എന്ന പ്രതിരോധ മന്ത്രി അദ്ദേഹം തയ്യാറാക്കിയ ആ പ്രപ്പോസലിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ പ്ലാനിന് പറയുന്ന പേര്. ആ പ്ലാൻ പ്രകാരം ഇസ്രായേലിന്റെ പദ്ധതി എന്ന് പറയുന്നത് യുദ്ധാനന്തരം ഗസ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ മുഴുവൻ പിടിച്ചെടുക്കുക, അവിടെയുള്ള ആളുകളെ അവിടെ തന്നെ നിലനിർത്തുകയോ പലായനം ചെയ്യേണ്ടവർക്ക് പലായനം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയോ ചെയ്തതിനു ശേഷം അവിടെ ഒരു പലസ്തീൻ സർക്കാർ രൂപീകരിക്കുക. അത് ഹമാസോ അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയോ അല്ല, മറിച്ച് ഇസ്രായേൽ നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞതനുസരിക്കുന്ന ഒരു ഭരണകൂടം. അതുപോലെ തന്നെ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ പട്ടാളക്കാർ, ഇസ്രായേലിന്റെ പട്ടാളക്കാർ. അങ്ങനെ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കി ഇസ്രായേൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് മറുവശത്ത് അവിടുത്തെ തകർന്ന കെട്ടിടങ്ങളൊക്കെ പുനരുദ്ധരിച്ച് ഗസയെ പഴയ ഗസയാക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങളുടെ സഹായം, അറബ് രാജ്യങ്ങളുടെ സഹായം ഇസ്രായേൽ തേടുന്നു എന്നുള്ള വിവരം വരുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് ഈ UAEയുടെ പരമാധികാരി കൊടുത്ത മറുപടിയും ഇപ്പോൾ വലിയ ചർച്ചയാണ്. അദ്ദേഹം പറയുന്നത്, ഈ പലസ്തീനിൽ വന്ന് യുദ്ധമുണ്ടാക്കിയിട്ട് അവിടെ വ്യോമാക്രമണം നടത്തി കെട്ടിടങ്ങൾ മുഴുവൻ നിങ്ങൾ തോന്നിയതുപോലെ തകർത്തിട്ട് അത് ഞങ്ങൾ ശരിയാക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇനി ശരി, ഞങ്ങൾ ഇതൊക്കെ അംഗീകരിക്കാം, പക്ഷെ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പലസ്തീൻ രാഷ്ട്രം, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, ഇസ്രായേൽ എന്നൊരു രാജ്യം, പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടലൊന്നുമില്ല,
പലസ്തീൻ സ്വതന്ത്രമായി ജീവിക്കണം, പലസ്തീനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അത് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകും. അങ്ങനെ ഉണ്ടായാൽ പലസ്തീൻ എന്ത് സഹായവും ഞങ്ങൾ കൊടുക്കും. കാരണം അത് സ്വതന്ത്ര രാജ്യമാണ്. ഇസ്രായേലിന്റെ ഒരു ഔദാര്യത്തിൽ അല്ലെങ്കിൽ അധിനിവേശ കെടുതിയിൽ ജീവിക്കേണ്ട രാജ്യമല്ല പലസ്തീൻ. അവിടുത്തെ ജനങ്ങൾക്ക് അസ്തിത്വമുണ്ട്, പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള അവകാശം പലസ്തീനികൾക്കുമുണ്ട്. അത് നിങ്ങൾ പ്രാവർത്തികമാക്കൂ എന്നാണ് യു എയുടെ പരമാധികാരി പറഞ്ഞത്. അത് നിങ്ങൾ ചെയ്താൽ യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിൽ പോയി നിൽക്കുക, അധിനിവേശം അവസാനിപ്പിക്കുക. ഇസ്രായേൽ ഒരു രാജ്യം അംഗീകരിക്കുന്നു, പലസ്തീനും അതേ അവകാശങ്ങളുള്ള, അതേ രീതിയിൽ വികസിക്കാനുള്ള, അതേ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു രാജ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുകയോ മറ്റെന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് തുറന്നടിച്ചുള്ള മറുപടിയായിരുന്നു UAE പരമാധികാരി നൽകിയത് എന്ന വാർത്തയാണ് ഇന്നിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ UAE പരമാധികാരി ഒരു ട്രോള് അല്ലെങ്കിൽ കുറിക്കുകൊള്ളുന്ന ഒരു മറുപടി കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അത് ലോക മാധ്യമങ്ങളുടെ തലക്കെട്ടാണ്. അതിങ്ങനെയാണ്: ഉക്രൈനിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വ്ളാഡിമിർ സെലൻസ്കിക്ക് ഇഷ്ടംപോലെ കാശ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. സെലൻസ്കിയോട് പറയുക പലസ്തീനികൾക്ക് കാശ് കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്. അല്ലാതെ നിങ്ങൾ അവിടെ യുദ്ധം ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ അവിടെ എല്ലാം തകർത്തിട്ട് അതിനൊക്കെ പരിഹാരം ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല മിസ്റ്റർ നെതന്യാഹു എന്ന രീതിയിൽ തന്നെയാണ് UAE പരമാധികാരി ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാതെ ഇസ്രായേലുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഇസ്രായേലിന് സഹായം ചെയ്യുന്ന നടപടികളോ പിന്തുണ കൊടുക്കുന്ന നടപടികളോ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് അറബ് രാജ്യങ്ങൾ തീർത്തു പറയുകയാണ്. ഇപ്പോ ഇന്ന് മീഡിയ വണിൽ രാവിലെ കണ്ടൊരു വാർത്തയിൽ പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യുദ്ധാനന്തര ഗസയെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ അവിടെ ഇസ്രായേലിന്റെ പട്ടാളം ലോ ആൻഡ് ഓർഡർ നോക്കുമെന്നൊരു കാര്യം പറഞ്ഞുവെന്നും അതിനെ അറബ് രാജ്യങ്ങളെല്ലാം എതിർത്തുവെന്നും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് സൗദിയുമായും ഖത്തറുമായും കുവൈറ്റുമായും ഈജിപ്തുമായും ഒക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ ചർച്ചകൾ ആന്റണി ബ്ലിങ്കൻ നടത്തുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലസ്തീനോട് അമേരിക്കയ്ക്കുള്ള അഗാധമായ സ്നേഹവും ആഴവും പരപ്പുമൊന്നുമല്ല, മറിച്ച് അമേരിക്കയിൽ അടിപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ ആ ഭരണകൂടം താഴെ പോകുമെന്ന ഭീതിയുണ്ട്. അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും വിമർശന വിധേയമാകുന്നുണ്ട്. അതിലൊക്കെ ഉപരി ചെങ്കടൽ ഇപ്പോഴും സ്റ്റക്കായി കിടക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ സമ്മർദ്ദമാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഉന്നയിക്കുന്നത്. ഫ്രാൻസ് ഒക്കെ പഴയ നിലപാടിൽ നിന്നൊക്കെ വല്ലാതെ മാറി പലസ്തീനെ സഹായിക്കുന്ന നിലപാടിലേക്ക് വന്നു. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഈ ഹൂത്തികളുടെ ഇടപെടലോടുകൂടി മൊത്തത്തിൽ ഉണ്ടായ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കവും നടക്കുന്നത്. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തിരിച്ചടികളോട് തിരിച്ചടികളാണ്. അദ്ദേഹത്തിന്റെ വാദഗതികളൊക്കെ പുച്ഛിച്ചു തള്ളുന്ന വിധത്തിലേക്ക് UAE രംഗത്ത് വരുന്നു. അതോടൊപ്പം ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നു, ആ ഭരണകൂടം ഒറ്റപ്പെടുന്നു. ആ ഇസ്രായേൽ ഭരണകൂടത്തിന് നെതന്യാഹുവിന് രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടികൾ, പ്രതിഷേധം നേരിടേണ്ടി വരുന്നു. ഒരു വശത്ത് തീവ്ര വലതുപക്ഷവാദികൾ യുദ്ധം തുടരണമെന്ന് പറയുന്നു, മറുവശത്ത് ബന്ദികളുടെ ബന്ധുക്കളും അവിടുത്തെ സാധാരണ ജനങ്ങളും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കൂ, ഇതുകൊണ്ട് എന്ത് നേട്ടം, ആ ബന്ദികളെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അലമുറയിടുന്നു. മൊത്തത്തിൽ ചെകുത്താനും കടലിലും നടുക്ക് കുടുങ്ങിയ അവസ്ഥയിലാണ് ഇസ്രായേൽ. തുടങ്ങി വെച്ചും പോയി, എന്നാൽ അവസാനിപ്പിക്കാനും കഴിയുന്നില്ല. ഊരാക്കുടുക്കിൽ എവിടെയോ ആപ്പിൽ എന്തോ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് നെതന്യാഹുവിന്റെ അവസ്ഥ. ഭയങ്കര വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നെതന്യാഹുവിന്റെ ഇത്തരം വാദഗതികളൊക്കെ പരിഹാസ്യമായി മാറുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എന്നതും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ്, വാർത്തയാണ്.